ജനറേഷൻ താരങ്ങളുടെ ശബ്ദം അനുകരിക്കുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെയല്ല വരാൻ പോണത്, കേൾക്കാം നമുക്ക്. ആദ്യമായിട്ട് ആരെ അനുകരിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോണത്? ഞാൻ സലീം കുമാറിനെ അനുകരിച്ചുകൊണ്ടാണ് വിക്രിയിലേക്ക് വന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു. കട്ടപ്പന ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരേ ഫ്രെയിമിലല്ലായിരുന്നുവെങ്കിലും ചെറിയൊരു വേഷം ഞാൻ ചെയ്തായിരുന്നു. ആ സിനിമയിൽ സലീം കുമാർ തന്റെ മോളോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, അതൊന്ന് കേൾക്കാം അല്ലേ? ഓക്കെ, നമുക്ക് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിലെ ഡയലോഗ് സലീം കുമാർ. നിനക്കറിയില്ല നിന്റെ വ്യാപനെ പണ്ട് കട്ടപ്പന ചടുവിനും നേരത്ത് 10 രൂപയുടെ വയറുപൊട്ടി ചാളയും വാങ്ങി അതിനൊരു ചാള പൂച്ചയെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് 5 കിലോമീറ്റർ ആ പൂച്ചയെ ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കിടത്തി വയറിലിക്കളിയിട്ട് ആ ചാള കക്കിച്ച് അതുകൊണ്ട് കുടമ്പിളിട്ട് കറുവച്ചെന്നവരാണ് നിന്റെ മരംകൊത്തി മോഹനായി ഞാമൻ. അതുവാ എന്റെ പ്രിയപ്പെട്ട അളിയൻ. കോമഡി സിനിമകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. അതിൽ ആദ്യം മാറിയതായിരുന്നു നമ്മുടെ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത സോൾട്ട് ആൻഡ് പെപ്പറിനകത്തെ ബാബുരാജ് അല്ലെ? ബാബുരാജ് വില്ലനായിട്ട് നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കോമഡിയിലേക്ക് മാറി. അപ്പം അദ്ദേഹം കോമഡി ഡയലോഗാണോ? ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലൂടെ അദ്ദേഹം കോമഡി അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. ശശിയേട്ടാ, ഇതൊന്നെടുത്തേരെ. മല്ലിപ്പൊടി 100, മുളക് പൊടി 50, ഉള്ളി 1 കിലോ, 2 രാവാസ്. സാറ് തൊട്ട് എത്ര ദിവസമായി? മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതി നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ, ഞാൻ തന്നെ കഴിച്ചു നിർത്തും. സാറിന് മൊബൈൽ ഫോൺ വാങ്ങിക്കൂടെ? അല്ലെങ്കിലും കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ല. താങ്ക് യു. ഈ താരത്തിന്റെ കൂടെ പോയ മറ്റൊരു താരമാണ് നമ്മുടെ ഭീമൻ രഘുചേട്ടൻ. ലാലേട്ടന്റെയും മമ്മൂക്കയുടെ പടത്തില് നല്ല കിടലൻ ഡയലോഗ് പറഞ്ഞവരും നല്ല കോമഡിയായി മൊത്തത്തിൽ അദ്ദേഹം കോമഡിയായി മാറി സിനിമയിലും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കോമഡി നമുക്ക് ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പഴയകാല വില്ലൻ ശബ്ദം ഒന്ന് കേൾക്കാം. ആദ്യം അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ശബ്ദം അല്ലേ? ഓക്കെ, അതൊന്ന് കേൾക്കാം. വരണം ശ്രുതിയുടൻ തന്നെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു നീയാണെന്ന് അറിഞ്ഞത് മുതൽ വിനാശകാലേ വിപരീത ബുദ്ധി. ഇദ്ദേഹം കോമഡി സിനിമകളിലേക്ക് വഴി മാറി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയിൽ മാത്രമല്ല ശബ്ദത്തിന് നല്ലൊരു മാറ്റം ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹം കോമഡി സിനിമകൾ ചെയ്യുന്ന ശബ്ദം പഴയകാല വില്ലന്മാരെ പൂച്ചവാളല്ലേ? അറിയോ, ചതിക്കല്ലേ? അളിയനെ ഈ കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്ന ഇപ്പൊ ഞങ്ങളുടെ കൊട്ടാരത്തിന് വെളിയിലും അളിയൻ അന്തപുരത്തിലും. അറിയോ, ചതിക്കല്ലേ? അടിപൊളി. ഇനി ശശികല. അതെ, ഇത് കുറച്ച് വരാല കൊടമ്പളിയിട്ട് വെച്ചാൽ എടുക്കും. നൊമ്പരത്തെപ്പോലെ തീറ്റയുടെ പ്രതിഭ കൊത്തിന്റെ രമേശാണോ ബാബുവാണോ നിന്നറിയാം. നിന്നോട് ഞാൻ ആ പച്ചക്കോടലിൽ ചുവന്ന മത്ത് പിടിപ്പിച്ച പാർട്ടി വേറെ ബ്ലഡി ഫൂൾ. മോഹനവല്ലി, അമ്മ ഞാൻ ഒരു കവിത ചൊല്ലട്ടെ. അമ്മയുടെ ഫോട്ടോ അർജന്റീനയുടെ പോസ്റ്റർ താഴെ ഒട്ടിക്കാന്ന് പറഞ്ഞു. 1500 രൂപ കൊടുക്കണം. അമ്മയെ മേഴ്സി അല്ലേ മെസ്സി. അമ്മയ്ക്ക് എപ്പോഴും പശുവിന്റെ വിചാരമാണ്. അമ്മ ഈ ചുംബന സമരത്തിന് പോകുമ്പോ പെണ്ണുങ്ങളെ നമ്മൾ കൊണ്ടുപോകണോ അതോ അവിടുന്ന് തരുമോ? മോഹനവല്ലി അല്ലേ വേണ്ട, അമ്മ തന്നെയാണ് നല്ലത്. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മുടെ പ്രേമം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് നിവിൻ പോളിയേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കഥാപാത്രമുണ്ട്. അതിനകത്ത് ആ മാഷിന്റെ വേഷം ചെയ്ത, പ്രൊഫസറുടെ വേഷം ചെയ്ത അമൽ സാർ, നമ്മുടെ വിനയ് ഫോർട്ട്. ഓക്കെ, വിനയ് ഫോർട്ടിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. സാറിന്റെ പ്രശ്നം എന്നറിയും, എനിക്ക് പൊടിയില്ല. എന്റെ ഉമ്മ വീട്ടിലെ കല്യാണം ആലോചിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, ഭയങ്കര പവർഫുൾ. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? അഞ്ജലിക്ക് മനസ്സിലായോ? ഇതേ സിനിമയില് നമ്മുടെ ആ PT മാഷിനെ മറക്കാൻ പറ്റുന്നില്ല. സ്പോർട്സ് മാഷ്, നമ്മുടെ അദ്ദേഹത്തിന്റെ ഈയിടെ ഇറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റുകളായിരുന്നു. മഹേഷിന്റെ പ്രതികാരത്തില് അദ്ദേഹം ഒരു ബേബി ചേട്ടനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? ആടാ, വാട്സിൽ കുഷ്ടം വെച്ചിട്ട് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രീണ്ടും ഒരു കാര്യം ചോദിച്ചിട്ടാ ഡി ഗോൾഫില്ലേ ചോദിച്ചാ സോഡയുടെ ചോദിച്ചേക്കാര് ചോദിക്കട്ട അവളി പൂത്ത് തൊപ്പും. ജ്യൂസ് 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 കുമ്പിട്ടിക്ക ജ്യൂസ് ബമ്പുട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ട കുമ്പിട്ടിക്ക ജ്യൂസ്. ഇച്ചിരി കൂടെ തിരിച്ചുകൂടെ അതെ, കറുത്ത പാറ്റും വെള്ള ഷർട്ട് എടുത്ത് എല്ലാവരും വീട്ടിൽമാരാണോ? ആണോ? ഏതാ ചിരിച്ചേ? നമ്മുടെ പ്രോഗ്രാമിന് തന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂറാണ്. അനൂപൊക്കെ ഒറ്റയ്ക്ക് നിന്ന 1.5 മണിക്കൂർ തന്നെ ചെയ്യും. അപ്പം ഇനി എല്ലാം ടൈമിന്റെ കാര്യം നോക്കിയിട്ടായിരുന്നു. അതല്ല നമുക്ക് അനൂപ ഏറ്റവും പ്രിയപ്പെട്ട ഇനി നമ്മുടെ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയില് അതിനകത്ത്
നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നായകനെയാണ്. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടത് വില്ലനെയാണ്. അതിനകത്തെ ഗുരു സോമസുന്ദരം ഷിബു എന്ന കഥാപാത്രം അത് നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ്സ് ആയിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട് ആ സിനിമയില്. നമ്മുടെ ഷിബു നിനക്കില്ലായിരുന്നതാ സൗരമ്മ, അവളെ ആരെങ്കിലും നിനക്കൊന്നുമില്ലേ? എനിക്കറിയാം. ഉഷയ്ക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷെ നിന്നെ പറഞ്ഞ അവൾ ഒന്നും ചെയ്യില്ല. നാട്ടുകാരെ ഓടി വരണേ, ഇടയ്ക്ക് തീ പിടിച്ചേ. നാട്ടുകാരെ ഓടി വരണേ, ഇടയ്ക്ക് തീ പിടിച്ചേ. നാട്ടുകാരെ ഓടി വരണേ, ഇടയ്ക്ക് തീ പിടിച്ചേ. അയ്യോ, ഇടയ്ക്ക് തീ പിടിച്ചേ, ഇടയ്ക്ക് തീ പിടിച്ചേ, ഇടയ്ക്ക് തീ പിടിച്ചേ. കൈയടിക്കോ? ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കൈയടിക്കാറുള്ള താരമാണ് നമ്മുടെ പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ ചെയ്യുന്നില്ല. നാദൃഷ്ക ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത അമർ അക്ബർ അന്തോണി എന്നുള്ള സിനിമയില് എന്നാൽ എന്താണ് പെണ്ണേ